മമ്മൂക്കയുടെ കോസ്റ്റ്യൂം എടുക്കുമ്പോഴേ ലേഡ് കോസ്റ്റ്യൂമാ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ്. മമ്മൂക്കയ്ക്ക് ആക്ച്വലി ഞാൻ ലുക്ക് ബുക്കാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ലുക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അബി ഉണ്ട്, അബിയാണ് അത് പർച്ചേസ് ചെയ്യാൻ പോയിരുന്നത്. അഭിജിത്ത് അബി. അപ്പോൾ അബി പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഞാനും ഡയറക്ടറും DOP ഉള്ള ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ഫോട്ടോസ് ഇടും. ഫോട്ടോസ് ആദ്യം എനിക്കിട്ട് തരും, ഞാനതൊന്ന് ഫിൽട്ടർ ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ആ ഗ്രൂപ്പിലിടും. എന്നിട്ട് അത് നിന്നാണ് അങ്ങനെ പർച്ചേസിങ് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, കാറിലുള്ള സീൻ ഉണ്ടല്ലോ, അതിനകത്ത് അവർ ഇരുവരും ധരിച്ചിരിക്കുന്നത് ഈ ലെയർഡ് കോസ്റ്റ്യൂം തന്നെയാണ്. അത് ബോധപൂർവമാണോ അതോ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നതാണോ? അത് ബോധപൂർവം ചെയ്ത് തന്നെയാണ്. ക്യാരക്ടറും ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇവര് വരുന്നത് ലാൽസർ വരുന്നത് ഡൽഹിയിൽ നിന്ന് വന്ന് ഇറങ്ങി ശരിക്കും ഇനീഷ്യൽ പ്ലാനിൽ എങ്ങനെയായിരുന്നു ചോദിക്കുമ്പോൾ, വന്നു കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് മൂപ്പർ വന്ന സമയത്ത് ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നില്ലേ, ആ ജാക്കറ്റും ടീഷർട്സും തന്നെ പോവാം എന്നുള്ളത് തന്നെയായിരുന്നു പ്ലാൻ. പക്ഷെ പിന്നെ നോക്കുമ്പോൾ അതിനൊരു വെയിറ്റേജ് കുറവ് ഫീൽ ചെയ്തു. അപ്പോഴാണ് നമ്മൾ ലെയറിങ് പിടിച്ചിട്ട് തന്നെ പോവാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്.